ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ യൂട്യൂബ് ചാനൽ കിടക്കാച്ച് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും കിടക്കാച്ച് ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എങ്ങനെ ഫോളോവേഴ്സും ലൈക്കും കൂട്ടാമെന്നായിരിക്കും മിക്കവരുടെ ആഗ്രഹം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഒരു കിടക്കാച്ച് ഫോട്ടോ ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് ആണ്. വേറെ നല്ല നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്, JBL ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങൾ കാണാൻ കഴിയും. സോ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തിരിക്കുന്നത് ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കഴിയും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ മറന്നുപോയി, കുറച്ച് നാണയം മേടിച്ചിട്ട്. സോ നമുക്ക് വേണ്ടത് ഇത് രണ്ടാണ്, ഒരു അടിപൊളി പിക്ക് എടുക്കാനും പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വരാം. സോ ഗൈസ്, ഫസ്റ്റ് നമുക്കിത് നമ്മുടെ സെൽഫി സ്റ്റിക്കിലേക്ക് ആദ്യം പിടിപ്പിക്കാം. വേറെ ഒന്നും പിടിപ്പിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. അതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുക. അതിന് മുമ്പേ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് താരം, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതെടുത്ത് നമുക്ക് ഇനി ഇതിൻ്റെ സബ്ജക്റ്റ് ഇനി ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. സോ ഇവിടെ ആയിട്ട് ഒരു ബുഷിങ് ചെടി ഉണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഒരു സ്പീക്കർ നേരെ ഇങ്ങനെ പിടിച്ചിട്ടാണ്, ഇതിൻ്റെ ഉള്ളിലേക്കായി പിടിച്ച് ഇങ്ങനെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടല്ല, വെർട്ടിക്കലായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുക. അതായിരിക്കും കാണാൻ ഇത്തിരി കൂടി ഭംഗി എന്ന് പറയണത്. അപ്പം നമ്മുടെ ഫോട്ടോ എന്ന് പറയണത് ഇതാണ്. സോ ഈ ഒരു പിക്ചറാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് റൂമിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇമ്പോർട്ടിങ് ടു ലൈറ്റ് റൂം. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കും ആഡ് ഫോട്ടോ ടു ലൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മളെല്ലാം മിനിമൈസ് ചെയ്തിട്ട് ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രോയും കാണാൻ കഴിയാത്ത മുകളിൽ റീസെൻ്റ്ലി ആഡ് എന്ന് പറഞ്ഞാൽ ബട്ടൺ എടുത്ത് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മുടെ ഫോട്ടോ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോപ്പ് ചെയ്യുക. ആദ്യം തന്നെ അത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ്, അതായത് JBL ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്ററാക്കിയിട്ട് കൊണ്ടുവരണം. അതായത് നമ്മുടെ ഇവിടെ കുറച്ച് ബോക്സുകൾ കാണുന്നുണ്ട്, അതിൻ്റെ സെൻറ്ററായിട്ട് കൊണ്ടുവരണം. പിന്നെ എന്തെങ്കിലും ചെരിവോ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് നേരെയാക്കി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ അപ്പുറത്ത് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് കുറേ എക്സ്പ്ലോഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. പിന്നെ അവിടെ എക്സ്പ്ലോഷൻ കുറച്ച് കൂട്ടി, കോൺട്രാസ്റ്റ് ഇവിടെ കുറച്ച് വെക്കുക, കൂട്ടുവെക്കുക. ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, ഇനി ഹൈലൈറ്റ് കുറച്ചും കൂട്ടിയൊക്കെ നമ്മൾ നോക്കുക. നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ഇപ്പോൾ കുറച്ച് വെച്ചു. അതിന് ശേഷം ഷാഡോ വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ ഒരു ഡാർക്ക് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കുകയാണ്. അതായത് ബ്ലാക്ക് എഫക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ ഈ പിക്ചറിന്. അപ്പോൾ അതാണ് ബ്ലാക്ക് എന്ന് പറയണത്. പിന്നെ വൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റ് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്ത് പോകുകയാണെങ്കിൽ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ടെമ്പറേച്ചർ കൂട്ടി, ടിന്ന് കുറച്ചിട്ടുണ്ട്. പിന്നെ വിഗ്നേറ്റ്, അതായത് നമ്മുടെ ചുറ്റും സറൗണ്ടിങ് ബ്ലാക്ക് ആക്കാനും. പിന്നെ ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി വിട്ട് ഒരു കളിയില്ല ഒരു ഫോട്ടോ എടുത്തതിന് ആൾക്ക്. അത് ക്ലാരിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതെ വിഗ്നേറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അതെ വൈറ്റ് സറൗണ്ടിങ്സ് കൂട്ടിയാലാകും, പിന്നെ ബ്ലാക്ക് സറൗണ്ടിങ്സ് കുറച്ചാലാകും. അതാണ് നമ്മുടെ ഈ വിഗ്നേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുള്ള ഗുണം. ഞാൻ അവിടെ ജസ്റ്റ് ഒരു മിഡ് റേഞ്ച് ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും നമ്മുടെ മുന്നത്തെ ഫോട്ടോയും. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഷാർപ്പനിങ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ഞാനത് തൽക്കാലം എടുക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഷെയർ ബട്ടൺ അമുക്കിയിട്ട് സേവ് ടു ഡിവൈസ് വെക്കുക. അപ്പോൾ ഇവിടെ എക്സ്പോർട്ടാണ് കാണാൻ കഴിയും, പ്രിപ്പയറിങ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫോട്ടോ ഇവിടെ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗാലറിക്ക് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയണത്. ഇത് നമ്മൾ ഷെയർ ചെയ്തിട്ട് സ്നാപ്ഡീൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ നേരത്തെ പോലെ ഷെയർ ബട്ടൺ നമുക്ക് നമ്മുടെ
സ്നാപ്ഡീൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ എഫക്റ്റുകൾ അടിയിലായിട്ട് കാണാൻ കഴിയും. സ്മൂത്ത് പോർട്രേറ്റ്. അപ്പം ഞാനൊന്നും സെലക്ട് ചെയ്യണില്ല, അത് വെറുതെ വയ്ക്കുകയാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോപ്പ് എന്നാലും ചെയ്യുക. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ റേറ്റ് എന്ന് പറയുന്നത് 5:4 ആണ്. അപ്പോൾ ഞാനത് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യണത്. അതിനുശേഷം ഹീലിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ കുറച്ച് കീറിയ പാടുണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ എല്ലാം ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കളയാം. ഇവിടെ കണ്ടില്ലേ. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും കളയാനുണ്ടെങ്കിൽ കളയാം. അത് വേണ്ടെങ്കിൽ വെച്ചാൽ നമ്മളത് ഡൺ നമുക്കാം. അതിനുശേഷം വിക്ടേജ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അതിൽ കുറേ എഫക്റ്റ് കാണാം. നമ്മുടെ നേരത്തെ ചെയ്ത പോലെ വിഗ്നേറ്റ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ ഇത്തിരി കൂടി എഫക്റ്റായിട്ട് വരും ഇതെന്ന് പറഞ്ഞാൽ. അതായത് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി പ്രീസെറ്റാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യാണ് ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ബെറ്റർ ആണെന്ന് ചൂസ് ചെയ്യണത് ബെറ്റർ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡ് ഇത്തിരി ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്, എന്നാലും 5 ഇത്തിരി ബെറ്ററാണ്. 6 കുഴപ്പമില്ല. ഞാൻ ഇവിടെ ചൂസ് ചെയ്യണത് ഒരു 2 ആണ്. സെക്കൻഡ് ഇവിടെ ചൂസ് ചെയ്യാം. അതിനുശേഷം ഡൺ നമുക്ക് നമുക്ക് കാണാൻ കഴിയും ആ ഒരു പിക്ചർ ഡിഫറൻസ് കാണാൻ കഴിയും ഇവിടെ. അതിനുശേഷം ലെൻസ് ബ്ലർ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് സ്പീക്കറിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്ക് വെറുതെ ഒരു ലെൻസ് ബ്ലർ വയ്ക്കാം. അതിനുശേഷം അത് ഡൺ പ്രസ് ചെയ്ത് വേറെ വല്ല ഓപ്ഷൻസ് ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം. വിഗ്നേറ്റ് ഇതിൽ നമുക്ക് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നമ്മൾ നേരത്തെ ലൈറ്റ് റൂമിൽ ചെയ്തപ്പോൾ തന്നെ ഇതിൽ പ്രീസെറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റുകയും ചെയ്യാം. വൈറ്റ് ബാലൻസ് വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ബ്ലാക്കിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയും. അത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ പിക്ചർ എങ്ങനെ വേണമെന്നൊക്കെ. അതിനുശേഷം നമ്മൾ അടിക്ക് പോയി നോക്കുകയാണെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചൂസ് ചെയ്തു സെലക്ട് ചെയ്തു. നമ്മളിത് ഏതെങ്കിലും ഒരു കളറ് നമുക്ക് ഡാർക്ക് ചെയ്യണമെങ്കിൽ ഡാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ സ്പീക്കറുടെ റെഡ് കളറ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി വയ്ക്കാം. അത് നമ്മുടെ സ്പീക്കർ ഒന്ന് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിങ്ങനെ കൂട്ടി വയ്ക്കുന്നത്. പിന്നെ ഇവിടെ ഗ്രീൻ കളറ് സറൗണ്ടിങ്സ് ഒന്ന് കുറച്ച് വയ്ക്കാം എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സറൗണ്ടിങ്സ് ഒരു ഡാർക്കും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയാൽ നമ്മുടെ പിക്ചറിന് ഒരു ഫോക്കസ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാനത്